നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. 13 വയസ്സുള്ള പെൺകുട്ടിയെയും കൊണ്ട് അച്ഛനും അമ്മയുമാണ് വരുന്നത്. അവർ പറഞ്ഞൊരു കാര്യം, നല്ലൊരു കുട്ടിയായിരുന്നു, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, നന്നായി പഠിക്കുമായിരുന്നു, നല്ല സുഹൃത്തുക്കളുണ്ടായിരുന്നു, ഡാൻസറാണ്, പാട്ട് പാടും, അങ്ങനെ കലാമേഖലയിലും പഠനമേഖലയിലും ഒരുപോലെ മികവ് പുലർത്തിയിരുന്നൊരു കുട്ടിയാണ്. ഒരു 3 മാസത്തിന് മുൻപ് ഒരു തൊണ്ടവേദനയും പനിയൊക്കെ വന്നു. കുറച്ചൊരു സങ്കീർണമായി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കേണ്ട അവസ്ഥയൊക്കെ വന്നു. ഇഞ്ചക്ഷൻ രൂപത്തിൽ ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കേണ്ടി വന്നു. പനിയൊക്കെ ഭേദപ്പെട്ട് വീട്ടിലെത്തിയതിന് ശേഷം ആവർത്തിച്ച് കൈ കഴുകിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനൊരു ശീലമൊന്നും പണ്ടുണ്ടായിരുന്നില്ല. ഈ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് കൈ കഴുകാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവൾ പെട്ടെന്ന് ചെയ്യുമായിരുന്നു. പക്ഷേ ഇത് 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ എടുക്കുന്നു കൈ കഴുകാൻ. കുളിക്കാനും കൂടുതൽ സമയമെടുക്കുന്നു. ഭക്ഷണം കഴിച്ചതിന് ശേഷവും മിനിറ്റുകളോളം നീണ്ടു നിൽക്കുന്ന കൈ കഴുകലാണ്. അതിനെ തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ വല്ലാത്ത ദേഷ്യം വരുന്നു. ഇതോടൊപ്പം നിസാര കാര്യത്തിന് പൊട്ടിത്തെറിക്കുന്നു, അടങ്ങിയിരിക്കാൻ ബുദ്ധിമുട്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടക്കുക. സ്കൂളിലാണെങ്കിലും ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അസ്വസ്ഥതകൾ തോന്നി എഴുന്നേറ്റ് പുറത്തേക്ക് പോവുക, ശ്രദ്ധിക്കുന്നില്ല ക്ലാസ്സിലെന്ന് അധ്യാപകർ പറയുന്നു. ഇടയ്ക്കിടയ്ക്ക് ചില തെറി വാക്കുകളുമായി ഇങ്ങനെ വരികയും ചെയ്യുന്നു. ഇങ്ങനത്തെ തെറിയൊന്നും ജീവിതത്തിൽ ഈ കുട്ടി വിളിച്ചിട്ടേയില്ല. വളരെ നല്ല സ്വഭാവമുള്ള കുട്ടിയാണ്. ഞങ്ങളും വീട്ടിൽ ഇത്തരം തെറിവാക്കുകളൊന്നും ഉപയോഗിക്കാറില്ല. വീട്ടിൽ മുത്തച്ഛനും മുത്തശ്ശിയും ഉണ്ട്, അവർ പോലും ഇതൊന്നും ഉപയോഗിക്കാറില്ല. ഇത്തരം തെറികളൊന്നും കേട്ട് വളർന്ന ഒരു പശ്ചാത്തലമല്ല. എന്നിട്ടും ഇങ്ങനെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? വല്ലാത്തൊരാശയക്കുഴപ്പമാണ് അവർക്ക് വന്നത്. ഈ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു തൊണ്ടവേദന വന്നു, അത് കഴിഞ്ഞ് ആവർത്തിച്ച് കൈ കഴുകുന്നു, ചില പ്രത്യേക തെറിവാക്കുകൾ പറയുന്നു, പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു, അടങ്ങിയിരിക്കുന്നില്ല. ഇത് പാൻഡാസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുടെ ലക്ഷണമാകാം. ഇംഗ്ലീഷിൽ PANDAS എന്ന് പറയുന്ന ഒരു ചുരുക്കെഴുത്താണ്. പീഡിയാട്രിക് ഓട്ടോ ഇമ്മ്യൂൺ ന്യൂറോസൈക്കാട്രിക് ഡിസോർഡർ അസോസിയേറ്റഡ് വിത്ത് സ്ട്രെപ്റ്റോകോക്കസ് എന്നാണ് അതിൻ്റെ പൂർണ്ണമായ പേര്. സ്ട്രെപ്റ്റോകോക്കസ് എന്ന പേരിലുള്ളൊരു ബാക്ടീരിയ ഉണ്ട്. ഈ ബാക്ടീരിയ നമ്മളെ എല്ലാം ബാധിക്കുന്നൊരു ബാക്ടീരിയയാണ്. പ്രധാനമായിട്ടും തൊണ്ടവേദന, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, തൊലിപ്പുറത്ത് അണുബാധകൾ, ഇതൊക്കെയാണ് ഇതുണ്ടാക്കുന്നത്. ഈ സ്ട്രെപ്റ്റോകോക്കസ് അണുബാധകൾ വ്യാപകമായി സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട്. ഈ സ്ട്രെപ്റ്റോകോക്കസ് അണുബാധ വന്ന ശേഷം അത് തൊണ്ടവേദനയാണെങ്കിലും ശരി, പനിയാണെങ്കിലും ശരി, തൊലിപ്പുറത്തുള്ള ഇൻഫെക്ഷൻ ആണെങ്കിലും ശരി, ഇത് വന്നതിന് ശേഷം ചില വ്യക്തികളിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ ഇതിൻ്റെ ചില പരിണിത ഫലങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് ഹാർട്ടിൻ്റെ വാൽവിനെ ഈ സ്ട്രെപ്റ്റോകോക്കസ് ബാധിച്ചിട്ട് റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ വാതപ്പനി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരവസ്ഥ വരാം. ഇനി തൊലിപ്പുറത്ത് ഈ സ്ട്രെപ്റ്റോകോക്കസ് അണുബാധ ബാധിച്ചു കഴിഞ്ഞാൽ അത് കിഡ്നിയുടെ പ്രവർത്തനത്തെ ബാധിച്ചിട്ട് അങ്ങനെയും ഒരു പ്രശ്നമുണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് രണ്ടും നേരത്തെ വന്നിട്ടുള്ള അവസ്ഥകളാണ്. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ടത്, ഈ സ്ട്രെപ്റ്റോകോക്കസ് എന്ന അണുബാധ വന്നു, അതിനെ ചികിത്സിച്ചു. പക്ഷേ ആ സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയയുടെ ചില ഘടകങ്ങൾ തലച്ചോറിലെ ബേസൽ ഗാംഗ്ലിയ എന്ന് പറയുന്ന ചലനങ്ങളെ സ്വാധീനിക്കുന്ന മേഖലയെ ബാധിക്കുകയും അതിനെ തുടർന്ന് ആണ് ഈ പാൻഡാസ് എന്ന് പറയുന്ന ലക്ഷണങ്ങൾ വരുന്നത്. പാൻഡാസിന് 3 ലക്ഷണങ്ങളാണ്. ഒന്ന്, ഒബ്സഷൻസ് അല്ലെങ്കിൽ ആവർത്തന സ്വഭാവമുള്ള ചില ചിന്തകളും പ്രവർത്തികളും. ഈ കൈകഴുകലൊക്കെ ആ ഒരു തരത്തിലാണ്. 2, ടിക്സ്, ചില അസ്വാഭാവിക ശബ്ദങ്ങൾ അല്ലെങ്കിൽ ചലനങ്ങൾ. അപ്പോൾ ഈ തെറിവാക്കുകൾ എന്നൊക്കെ പറയുന്ന കോംപ്ലക്സ് വോക്കൽ ടിക്ക് എന്ന് പറയുന്ന ഒരു ശബ്ദത്തിലെ ഒരു ടിക്ക് വിഭാഗത്തിൽപ്പെടുന്നതാണ്. 3, ഹൈപ്പർ ആക്ടിവിറ്റി, അമിത വികൃതി. വളരെ ശാന്തമായി അടങ്ങിയിരുന്ന് ദീർഘനേരം ശ്രദ്ധിച്ചിരുന്ന് പഠിക്കുകയും വായിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു കുട്ടിക്ക് അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല, വളരെ വികൃതിയും ഒക്കെ വരുന്ന ഒരവസ്ഥ വരുന്നു. അപ്പോൾ ഈ 3 ലക്ഷണങ്ങളും കൂടെ ചേർന്ന ഒരവസ്ഥയാണ് ഈ പാൻഡാസ്. ഈ പാൻഡാസ് നേരത്തെ സൂചിപ്പിച്ച പോലെ സ്ട്രെപ്റ്റോകോക്കൽ അണുബാധയുടെ പരിണിത ഫലമായി ഉണ്ടാകുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, ഈ സ്ട്രെപ്റ്റോകോക്കൽ അണുബാധയുടെ സ്വാധീനം ശരീരത്തിൽ ബാക്കിയുണ്ടോ എന്നറിയാൻ ASO ടൈറ്റർ എന്നൊരു ബ്ലഡിൻ്റെ ടെസ്റ്റ് ചെയ്യും. ആ ടെസ്റ്റ് ചെയ്യുമ്പോൾ ASO ടൈറ്റർ കൂടുതലാണെങ്കിൽ ഈ സ്ട്രെപ്റ്റോകോക്കൽ അണുബാധയുടെ സ്വാധീനങ്ങൾ ഇപ്പോഴും ശരീരത്തിൽ ഉണ്ടെന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പെരുമാറ്റ ലക്ഷണങ്ങൾ, ആ ഒബ്സഷൻസും ടിക്സും ഹൈപ്പർ ആക്ടിവിറ്റിയും, ഇതൊക്കെ നിയന്ത്രിക്കാൻ മരുന്നുകൾ കൊടുക്കേണ്ടി വരും. അതിനോടൊപ്പം തന്നെ ഈ സ്ട്രെപ്റ്റോകോക്കൽ അണുബാധയെ നിയന്ത്രിക്കാൻ ആവശ്യമായ ആൻറ്റിബയോട്ടിക്, പലപ്പോഴും പെൻസിലിൻ വിഭാഗത്തിൽപ്പെടുന്ന മരുന്നുകൾ ഗുളിക രൂപത്തിൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ കൃത്യമായിട്ടുള്ളൊരു ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ പലപ്പോഴും ഈ രോഗലക്ഷണങ്ങൾ നിയന്ത്രണ വിധേയമാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ രോഗലക്ഷണങ്ങൾ ആരംഭിച്ച തുടക്കത്തിൽ തന്നെ ഇത് കണ്ടെത്തി ചികിത്സിച്ച് കഴിഞ്ഞാൽ ഇത് പരിപൂർണമായിട്ട് മാറി വരുന്നതായിട്ട് കാണുന്നുണ്ട്. പലപ്പോഴും ഇത് ചികിത്സ തുടങ്ങാൻ വൈകിക്കഴിയുമ്പോൾ ഇത് അല്പം സങ്കീർണാവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്.
ആ സങ്കീർണാവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പലപ്പോഴും സങ്കീർണമായ ചികിത്സാ രീതികളിലേക്ക് ഇത് പോകേണ്ടതായിട്ടും വരാം. അതുകൊണ്ട് തന്നെ ഇത് തുടക്കത്തിൽ തന്നെ ഇത്തരം ലക്ഷണങ്ങൾ, ഇപ്പോൾ തൊണ്ടവേദനയോ തൊലിപ്പുറത്ത് അണുബാധയോ ഉണ്ടായതിനു ശേഷം നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതുവരെ ഇല്ലായിരുന്ന ചില പെരുമാറ്റ വ്യത്യാസങ്ങൾ, ആവർത്തിച്ചുള്ള ചില പ്രവൃത്തികൾ, ആവർത്തിച്ചുള്ള ചില സംസാരങ്ങൾ, ചില ചേഷ്ടകൾ, പിന്നെ അടങ്ങിയിരിക്കാൻ ബുദ്ധിമുട്ടുള്ള പെരുമാറ്റ വ്യത്യാസങ്ങൾ, ഇതൊക്കെ കണ്ടാൽ അത് തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണിച്ച് പാൻഡാസ് ആണോ എന്ന് ഉറപ്പുവരുത്തി അതാണെങ്കിൽ ഇതിനുള്ള കൃത്യമായ ചികിത്സ തേടണം. അതുവഴി ഇതിനെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും. നമസ്കാരം.